ബാഴ്സലോണ റാഷ്ഫോർഡിനെ ഓൾമോസ്റ്റ് സൈൻ ചെയ്തു. അതിനി അവർക്ക് അവരുടെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും കൂടി മാത്രം നമുക്ക് ബാക്കിയുള്ളൂ. അതായത് റാഷ്ഫോർഡ് ഓൾറെഡി മെഡിക്കലൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഫെബ്രിസിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇയർ വീഗോ ഒക്കെ പറഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ അതല്ല. ഈ റാഷ്ഫോർഡ് ബാഴ്സലോണ ടീമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ അറ്റാക്ക് എങ്ങനെയായിരിക്കും ഹാൻസി ഫ്ലിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിന്? ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് പറയുന്നത്. പിന്നെ പല സ്പാനിഷ് മാധ്യമങ്ങളും പുറത്ത് വിടുന്ന അനുസരിച്ച് ഓക്കെ, റാഷ്ഫോർഡ് എന്ന് പറയുന്ന പ്ലെയർ നമുക്കറിയാം മാരക സ്പീഡിയും മാരക ഫിനിഷിങ്ങും ഒരു കൗണ്ടർ അറ്റാക്കിങ് എബിലിറ്റിയും എന്താ പറയുക നല്ല ഡ്രിബ്ലിംഗ് ആയിട്ടുള്ള കാപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിൽ. പിന്നെ എന്തൊക്കെയോ അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സംഭവിച്ചു. ഓക്കെ, അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ തന്നെ പ്ലാൻ ഇല്ലാത്തൊരു പ്ലെയർ ആയിരുന്നു. പിന്നെ റൂബൻ അമോറിം വന്നു, അദ്ദേഹം പിന്നെ ലോണിൽ ആസ്റ്റൺ വില്ലയിലോട്ട് പോയി. ആസ്റ്റൺ വില്ലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുത്തു. ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ PSG എതിരെയുള്ള ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു പെർഫോമൻസ് തന്നെ അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് തിരിച്ച് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് തന്നെ തിരിച്ചുപോയി. അവിടുന്ന് ഇപ്പോൾ ബാഴ്സലോട്ട് ലോണിൽ അദ്ദേഹം വരുന്നു. ലോണിന് പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല, പക്ഷേ വിത്ത് ബൈയിങ് ഓപ്ഷനാണ്. അദ്ദേഹം നല്ല സീസണാണ് പുറത്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 35 മില്യൻ്റെ ഒരു ഡീൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് നടത്താം. അദ്ദേഹത്തെ വേണമെങ്കിൽ റാഷ്ഫോർഡിനെ സ്വന്തമാക്കാം. ഇതാണ് ആ ഒരു ഡീലിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ബാഴ്സലോണയിൽ എന്തായാലും ഇനി വരാൻ പോകുന്ന സീസണിൽ എന്തായാലും ബാഴ്സലോണ കൺഫേം ആയിട്ടുണ്ട്. 19ാം നമ്പറായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് മിക്കവാറും ലെഫ്റ്റ് വിങ്ങിൽ തന്നെ ആയിരിക്കും. കാരണം ഹാൻസി ഫ്ലിക്ക് കഴിഞ്ഞ സീസൺ തൊട്ടേ അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറെ വേണം. ഓക്കെ, റാഫീനിയ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് വിങ്ങർ അല്ല. കഴിഞ്ഞ സീസണിലൊക്കെ ബാഴ്സലോണയ്ക്ക് വേണ്ടി ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചത് റാഫീനിയാണ്. പക്ഷേ അദ്ദേഹം കൊടുത്ത റെസ്പോൺസിബിലിറ്റി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ബാലൻഡിയോറിന് വരെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് റാഫീനിയ എന്ന് പറയുന്നത്. പക്ഷേ റാഫീനിയെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഹാൻസി ഫ്ലിക്കിന് യൂസ് ചെയ്യണം. ലെഫ്റ്റ് വിങ്ങിൽ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഹാൻസി ഫ്ലിക്കിന് ഉണ്ടായിരുന്നത്. അതെന്തായാലും വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം അവർ നിക്കോ വില്യംസിൽ ട്രൈ ചെയ്തു. ഓൾമോസ്റ്റ് വെർബലി ഒക്കെ ഓക്കെ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഗ്യാരണ്ടി ഇഷ്യൂവിൽ നിക്കോ വില്യംസ് അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം അത്ലറ്റിക് ക്ലബ് ബിൽബായോയിൽ അദ്ദേഹം കോൺട്രാക്ട് 2035 വരെ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ അതൊക്കെ നമ്മൾ അറിഞ്ഞു. ഓക്കെ, ബാഴ്സലോണയ്ക്ക് അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ഒക്കെ ആയിരുന്നു, ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ പോയി. നിക്കോ വില്യംസ് അല്ലേ പോണേ പോട്ട് എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു എല്ലാവർക്കും. പിന്നെ ലൂയിസ് ഡയസിനെ ലിവർപൂളിൽ നിന്നും സൈൻ ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് 60 മില്യണിൽ കൂടുതൽ ബാഴ്സലോണയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണ് പിന്നെ റാഷ്ഫോർഡിലോട്ട് എത്തിയ. റാഷ്ഫോർഡിനെ കിട്ടി. അവരിൽ പ്രോപ്പറായിട്ടൊരു ഒരു സ്പീഡി ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങർ തന്നെ അവർക്ക് കിട്ടി. അവർക്കൊരു എബോ ആവറേജ് അല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ലെഫ്റ്റ് വിങ്ങർ തന്നെ ബാഴ്സലോണയ്ക്ക് ഹാൻസി ഫ്ലിക്കിന് വേണമായിരുന്നു. റാഷ്ഫോർഡ് ഈസ് പ്രോപ്പർ ആപ്റ്റാണ്. അദ്ദേഹം തുടക്കം തൊട്ടേ ബാഴ്സലോണയുടെ റൂമേഴ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ലെഫ്റ്റ് വിങ്ങിൽ റാഷ്ഫോർഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ഓഫ് ദ ബോൾ റണ്ണും ഭയങ്കരമായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ് റാഷ്ഫോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ, ഹാൻസി ഫ്ലിക്കിന് യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഈസിയാണ് കുറച്ചും കൂടി. ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിലാണ് റാഷ്ഫോർഡിനെ കിട്ടുന്നത് എന്നുള്ള ബാഴ്സലോണയുടെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഒരു ആശ്വാസമാണ്. കാരണം ഹാൻസി ഫ്ലിക്കിന് കളി അറിയാം. ഒരു പ്ലെയറിനെ എങ്ങനെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു മാനേജറാണ്, ഒരു കോച്ചാണ് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം അവർ 2020 ലെവൻഡോസ്കി എന്നൊക്കെ പറയുന്നത് ഒരു ബീസ്റ്റ് മോഡായിരുന്നു. അത് ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിലായിരുന്നു. അന്ന് ബയൺ മ്യൂണിക്ക് എല്ലാം നേടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാവിയുടെ അണ്ടറിൽ മറ്റേ ചാമ്പ്യൻസ് ലീഗിൽ പോലും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാഴ്സലോണയായിരുന്നു. പിന്നെ ഹാൻസി ഫ്ലിക്ക് വന്ന് പിന്നെ ബാഴ്സലോണയൊക്കെ സംഭവിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു ആർക്കും പിടിക്കാൻ പറ്റാത്തൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ടീമായിട്ട് മാറി ബാഴ്സലോണ ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ. ആ ഒരു സെമി ഫൈനലിലൊക്കെ എന്താ പറയുക, മാജിക്കലായിട്ടാണ് ഇന്റർ മിലാൻ ബാഴ്സലോണയിലോട്ട് വിജയിച്ചത്. അത് ഒട്ടും ഈസി അല്ലായിരുന്നു അവർക്കൊന്നും. ഓക്കെ, അപ്പോൾ അത്രയും കിടിലനാക്കി ടീമിനെ വെച്ചിട്ടുണ്ട് ബാഴ്സലോണ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഈ ഒരു കോച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഈ ഒരു റാഷ്ഫോർഡിനെ കിട്ടുന്നത്. അത് വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ സ്പീഡും അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ റൺ ക്യാപ്പബിലിറ്റീസും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്സിങ് ക്യാപ്പബിലിറ്റിയും ഇതൊക്കെ നല്ല പോലുള്ളൊരു പ്ലെയറാണ് റാഷ്ഫോർഡ് എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് റാഷ്ഫോർഡ് യൂസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹത്തെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. റാഫീനിയെ കുറച്ചും കൂടി ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കുറച്ചൊന്ന് പുറകോട്ട് ചിലപ്പോൾ വലിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി അവിടെ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി അവിടെ പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് അദ്ദേഹം ഉണ്ടാവും. പിന്നെ റൈറ്റ് വിങ്ങിൽ ലാമിൻ യമാൽ, അദ്ദേഹം ആ ഒരു നമ്പർ 10 ഷർട്ട് ഇപ്പോൾ ലാമിൻ യമാലിന് കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടിയും റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ട്. അദ്ദേഹം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ചിലപ്പോൾ മേ ബി റാഫീനിയ റൈറ്റ് വിങ്ങിൽ കളിച്ച് ലാമിൻ യമാലിനെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അല്ലെങ്കിൽ ആ ഒരു നമ്പർ 10 റോളിൽ ചിലപ്പോൾ കൊടുത്തേക്കുണ്ടോ പറയാൻ പറ്റില്ല. റൈറ്റ് വിങ്ങിൽ തന്നെ ഹാൻസി ഫ്ലിക്ക് കളിപ്പിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ലാമിൻ യമാലിനാണ് നമ്പർ 10 ഷർട്ടെങ്കിലും കഴിഞ്ഞ സീസണിൽ ആ ഒരു നമ്പർ 10 റോളല്ല അദ്ദേഹം കളിച്ചത്. പ്രോപ്പർ റൈറ്റ് വിങ്ങർ തന്നെ ആയിട്ടായിരുന്നു.
ചിലപ്പോൾ മേ ബി അദ്ദേഹത്തെ പ്രോപ്പർ നമ്പർ 10 റോളിൽ അൻസിഫ്ലിക്ക് കളിപ്പിച്ചേക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ എന്താണ് റാഷ്ഫോർഡ് ആയാലും ലാമിൻ യമാലിനെക്കാട്ടിലും ഓഫ് ദ ബോൾ റൺ ക്യാപ്പബിലിറ്റി ഭയങ്കരമായിട്ട് റാഷ്ഫോർഡിനുണ്ട്. അത് ചിലപ്പോൾ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യും. ലെവൻഡോസ്കിക്ക് പിന്നെ ഓൾറെഡി ഉണ്ട്, അദ്ദേഹത്തിന് കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ലെവൻഡോസ്കിക്ക് മാരക ഓഫ് ദ ബോൾ റൺ ഉണ്ട്, ഡിഫൻഡേഴ്സിനൊക്കെ ഭയങ്കര സ്പ്ലിറ്റ് ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെയധികം എന്താ പറയുക കണ്ണിങ് ആയിട്ടുള്ള പ്ലെയറാണ് ലെവൻഡോസ്കി. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്യാണ്, അത് അൻസിഫ്ലിക്ക് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഈ ഒരു റാഷ്ഫോർഡും ലാമിൻ യമാലും 2 റൈറ്റ് വിങ്ങിലും റാഫീനിയെ കുറച്ചും കൂടി ക്രിയേറ്റീവ് സൈഡിൽ യൂസ് ചെയ്യാനായിരിക്കും അൻസിഫ്ലിക്ക് മേ ബി ശ്രമിക്കുക. ഇതൊക്കെ ഓരോ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തു വിടുന്നതനുസരിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അൻസിഫ്ലിക്ക് വന്നതിന് ശേഷം കുബാർസി അദ്ദേഹം എന്താ പറയുക സെൻറ്റർ ബാക്കായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പെഡ്രി എപ്പോഴും ഫസ്റ്റ് 11-ൽ ആ ഒരു മിഡ്ഫീൽഡിൽ ക്രിയേറ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബാഴ്സലോണയുടെ ഒരു കാര്യം. അപ്പോൾ റാഷ്ഫോർഡിനെ അങ്ങനെ യൂസ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. റാഷ്ഫോർഡ് കൂടാതെ ബാഴ്സലോണ ഈ സീസണിൽ സൈൻ ചെയ്ത പ്ലെയേഴ്സാണ് ഒന്ന് റൂണി, അദ്ദേഹം കോപ്പൻഹഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൽ നിന്നും 2 മില്യൺ ഒരു 2.5 മില്യൺ യൂറോക്ക് റൈറ്റ് വിങ്ങറായിട്ടാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. മിക്കവാറും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് സ്ക്വാഡിലായിരിക്കും, ബാഴ്സലോണ വേണ്ട സമയത്ത് യൂസ് ചെയ്യുമായിരിക്കും അദ്ദേഹത്തെ. ഓക്കെ, 2029 വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉള്ളത്, അതാണ് ഒരു സൈനിങ്. പിന്നെ ഒരു സൈനിങ് യോവൻ ഗാർസിയ, ഗോൾ കീപ്പർ, നമുക്കറിയായിരിക്കും. 2031 വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉള്ളത്. എസ്പാനിയോളിൻ്റെ പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് 27 മില്യണോ 26 മില്യണോ ഒക്കെ ആക്ടിവേറ്റ് ചെയ്താണ് ബാഴ്സലോണ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവന്നത്. മിക്കവാറും ടെർ സ്റ്റീഗൻ ഈ ഒരു സീസൺ കഴിഞ്ഞതോടുകൂടി ബാഴ്സലോണ വിടുമായിരിക്കും. അങ്ങനത്തെ വാർത്തകളാണ് ഇപ്പോൾ മെച്ചോറിറ്റി പുറത്തേക്ക് വരുന്നത്. പിന്നെ ഷെസ്നി അവിടെ ഓൾറെഡി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് 2027 വരെ ബാഴ്സലോണയിൽ പുതുക്കി കഴിഞ്ഞു, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മിക്കവാറും ടെർ സ്റ്റീഗൻ പുറത്ത് പോകേണ്ടി വരും. അദ്ദേഹത്തിന് വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ നോക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ട്രാൻസ്ഫേഴ്സാണ്. ഈ ഒരു 3 ട്രാൻസ്ഫേഴ്സാണ് മെയിനായിട്ട് ബാഴ്സലോണ നടത്തിയിട്ടുള്ളത്. ഇനിയും ട്രാൻസ്ഫേഴ്സിലോട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഫിനാൻഷ്യലി എത്രത്തോളം പറ്റും നമുക്കറിയില്ല. കാരണം അവർക്ക് ഓൾറെഡി കഴിഞ്ഞ സീസണിൽ ഡാനി ഓൾമോയുടെ ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ഒക്കെ നമ്മൾ കേട്ടതാണ്. റാഷ്ഫോർഡിന് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. റാഷ്ഫോർഡ് ആണെങ്കിൽ ബാഴ്സലോണയെ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നതാണ്. നിക്കോ വില്യംസ് ആ ഒരു രജിസ്ട്രേഷൻ ഗ്യാരണ്ടി ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹം പിന്നെ അത്ലറ്റിക് ക്ലബ് ബിൽബായിൽ എക്സ്റ്റെൻഡ് ചെയ്തത്. പക്ഷേ റാഷ്ഫോർഡ് അതൊന്നും ചോദിച്ചില്ല. അദ്ദേഹം ബാഴ്സലോണയെ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്തു, ഞാൻ വരികയാണ്, നിങ്ങൾ എന്നെ രജിസ്റ്റർ ചെയ്യാതിരിക്കാം, ആ ഒരു കാര്യമാണ്. അല്ല, അദ്ദേഹം രജിസ്റ്റർ ചെയ്യുമെന്നുള്ള ആ ഒരു ട്രസ്റ്റിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് റാഷ്ഫോർഡ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കാര്യങ്ങൾ കഴിഞ്ഞ് ബാഴ്സലോണയാണ് രജിസ്റ്റർ ചെയ്യുമായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ. സോ നമുക്ക് നോക്കാം എന്തായാലും ഇനി വേറെ ട്രാൻസ്ഫേഴ്സ് ബാഴ്സലോണ നടത്തോ ഇല്ല എന്നൊക്കെ. താങ്ക് യു സോ മച്ച്.